ആദരണീയ അധ്യക്ഷൻ ശ്രീ ബെന്യാമിൻ കുറുപ്പിയേട്ടൻ, അവാർഡ് ജേതാവായ ബാബുജോൺ സാർ, എന്നോടൊപ്പം ഇത് പങ്കിടുന്ന സംസ്കാരികളുടെ സാരഥികളെ, എന്നെ കേൾക്കുന്ന ഏറ്റവും പ്രിയങ്കരായ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, അഭിവാദനങ്ങൾ. ശ്രീ ബെന്യാമിൻ പറഞ്ഞതുപോലെ അടുത്ത കാലത്താണ് യാത്ര എന്നത് ഇത്ര വിപുലമായ ഒരേർപ്പാടായി മാറിയത്. കാലം പുറകിലേക്ക് നോക്കിയാൽ ആവശ്യത്തിന് മാത്രം യാത്ര എന്നതായിരുന്നു മനുഷ്യരാശിയുടെ ഒരു സങ്കേതം. എന്നാൽ ഉദാരവൽക്കരണ നയങ്ങളുടെയും ട്രാൻസ്നാഷണലിസത്തിൻ്റെയും ഗ്ലോബലൈസേഷൻ്റെയും ഒക്കെ ഒരു സാർത്ഥക യുക്തി എന്നത് എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇന്ന് യാത്ര ഒരു പാക്കേജ് പോലുമായി മാറിയിട്ടുണ്ട്. പൈതൃക വ്യവസായം എന്ന് വിളിക്കാൻ കഴിയുന്ന മട്ടിൽ യാത്ര കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കടന്നെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാത്ര പുതിയ തീരങ്ങൾ തേടി ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏർപ്പാടാണ്. അവിടെയാണ് ഒരാൾ ഒറ്റയ്ക്ക് ഒരു യാത്ര പുറപ്പെടുന്നത്. എല്ലാം നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് ഒരാൾ യാത്ര പുറപ്പെടുന്നു. യാത്ര പോകുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് യാത്രയുടെ അനുഭവമായി തിരിച്ചറിയുക എന്നത്. അതിനേക്കാൾ പ്രധാനമാണ് അവയെ ആഖ്യാനം ചെയ്യുക എന്നുള്ളത്. യാത്ര പോകുന്നത് അയാളുടെ മാത്രം പ്രത്യേകതയാണെങ്കിൽ ആ അനുഭവത്തെ പകർത്തി വെക്കുന്നതും അത് പ്രസിദ്ധീകരിക്കുന്നു എന്നതും വളരെ സാമൂഹികമായ വൃത്തിയാണ്. ആദ്യത്തേത് വൈയക്തികമായ വൃത്തിയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് സാമൂഹികമായ വൃത്തിയാണ്. സാമൂഹിക വൃത്തിയാണെങ്കിൽ അതിനെ രാഷ്ട്രീയ വൃത്തി എന്നും വിളിക്കാം. അതുകൊണ്ട് യാത്രാ വിവരണങ്ങളുടെ എഴുത്തും അതിൻ്റെ പ്രസാധനവും ഒരു പൊളിറ്റിക്കലായ ആക്ടിവിറ്റിയായാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുമ്പോൾ യാത്രാ വിവരണം എന്നൊരു ജനുസിനെ കുറിച്ച് പറയും, എസ്.കെ. പൊറ്റക്കാട്ടിനെ കുറിച്ച് പറയും, സക്കറിയെ കുറിച്ച് പറയും. പക്ഷെ ഇന്ന് പുതിയ കാലത്ത് യാത്രാ വിവരണം എന്ന് പറയുന്ന ഒരു ജനുസ് അങ്ങനെ നിൽക്കുന്നില്ല. അത് ഒരു പരിധിവരെ ആത്മകഥയായി മാറിത്തീരുന്നു. ജീവിതമെഴുത്തിൻ്റെ ഭാഗമാണ് ഇന്ന് യാത്രാ വിവരണം. 10-15 ദിവസത്തെ ബാബുജോൺ സാറിൻ്റെ ആത്മകഥ കൂടിയാണ് കിന്നർ കൈലാസ യാത്ര. അതുകൊണ്ട് ലൈഫ് റൈറ്റിംഗ് എന്ന് പറയുന്ന ജീവിതം എഴുത്ത് എന്ന് പറയുന്ന ഒരു പുതിയ എഴുത്തു ശാഖയ്ക്കകത്താണ് നമ്മളിന്ന് യാത്രാ വിവരണത്തെ അഥവാ ട്രാവലോഗിനെയും പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്നു എന്നതുപോലെ വളരെ പ്രധാനമാണ് അതിനെ എഴുതി പിടിപ്പിക്കുന്നു എന്നുള്ള കാര്യം. സക്കറിയയുടെ ഒരു ആഫ്രിക്കൻ യാത്ര എന്ന് പറയുന്ന വിപുലമായ 500 പേജിലധികമുള്ള ഒരു യാത്രാ വിവരണ പുസ്തകമുണ്ട്. അതിന് ഒരു അവതാരിക എഴുതിയിരിക്കുന്നത് കെ.സി. നാരായണ മാഷാണ്. മാഷ് ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആ ബുക്കിൻ്റെ ബ്ലർബിൽ കൊടുത്തിരിക്കുന്നത് ഞാനിനി പറയാൻ പോകുന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്നു, യാത്രാ വിവരണം എന്നത് അഥവാ യാത്ര എന്നത് പദമൂന്നൽ ആണ്. രണ്ടർത്ഥത്തിലാണ് പ്രയോഗം. ഒരു സ്ഥലത്തേക്ക് നമ്മൾ പദമൂന്നുന്നു, കാലുകൊണ്ട് നടന്നു ചെല്ലുന്നു എന്ന ആദ്യത്തെ അർത്ഥം. പക്ഷെ എഴുതുമ്പോൾ വാക്കിനെ ഊന്നുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് ഒരു യാത്രാ വിവരണം ഒരു ഗംഭീരമായ ആഖ്യാനമായി മാറുക. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഏതാണ്ട് 30 പുസ്തകങ്ങൾ പരിശോധിക്കാനായി ഞങ്ങൾ മൂവരും എടുത്തത്. സംസ്കാരിയുടെ സാരഥികൾ എന്നെയും ലെറ്റേഴ്സിൻ്റെ പൂർവ്വ ഡയറക്ടറായ ശ്രീ കൃഷ്ണൻ മാഷിനെയും എഴുത്തുകാരിയായ ഇന്ദുലേഖയും 30 പുസ്തകത്തോളം ഏൽപ്പിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രമാത്രം യാത്രാ വിവരണങ്ങൾ പിറക്കുന്ന നാടാണ് കേരളമെന്ന്. ഒരു പ്രത്യേക പീരീഡിൽ 30ഓളം പുസ്തകങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നു. അവാർഡ് പരിഗണിക്കുന്ന ആ കലണ്ടർ വർഷത്തിൽ ഇത്രയും പുസ്തകങ്ങൾ അയച്ചു കിട്ടിയെങ്കിൽ സ്വാഭാവികമായും പ്രസിദ്ധീകരിച്ചിരിക്കുന്നവ 6-7 ഇരട്ടി പുസ്തകങ്ങളാവാം. അപ്പോൾ യാത്രക്കാരുടെ എണ്ണം പെരുകിയെന്ന് മാത്രമല്ല, യാത്രാ വിവരണ ഗ്രന്ഥങ്ങളുടെ അച്ചടിയും ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ലഭ്യമായ പുസ്തകങ്ങളിൽ ചില പുസ്തകങ്ങൾ ഞങ്ങൾക്ക് എളുപ്പം തരംതിരിക്കാൻ കഴിയും. കാരണം അവ വെറും എഴുത്തുകൾ മാത്രമാണ്. ചടങ്ങ് നിർവഹിക്കുന്നത് പോലെ എഴുതി മാറ്റിവെച്ചിരിക്കുന്നു. സാഹിത്യമായ ഗുണമില്ല, പെർസ്പെക്റ്റീവ് ഇല്ല. എഴുത്തിനെപ്പോഴും ഒരു പരിപ്രേക്ഷ്യം ആവശ്യമാണ്. എന്തിനെഴുതുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ കണ്ട കാഴ്ചകളെ എന്തിനെഴുതുന്നു? കണ്ട കാഴ്ചയെ ഞാൻ എങ്ങനെയാണ് വിവരിക്കുന്നത്? കാഴ്ചയെ വെറും വിവരിക്കലാണോ യാത്രാ വിവരണം, അതോ വ്യാഖ്യാനിക്കലാണോ?
ഇവിടെയാണ് ഡിസ്ക്രിപ്ഷനും ഇൻ്റർപ്രിട്ടേഷനും തമ്മിൽ വഴിമാറുന്നത്. കണ്ട കാര്യത്തെ ഞാൻ വ്യാഖ്യാനിക്കുന്നു, ചിലപ്പോൾ ക്രിട്ടിക്കലായും വ്യാഖ്യാനിക്കുന്നു. അത്തരം മുദ്രകൾ ഉള്ളടങ്ങിയ പുസ്തകങ്ങൾ കുറച്ച് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ 30-ൽ നിന്ന് 10-ലേക്ക് എത്തുക വളരെ എളുപ്പമായിരുന്നു. പക്ഷെ 10-ൽ നിന്ന് 5-ലേക്ക് എത്താൻ ഞങ്ങൾ പല റൗണ്ട് വായിക്കേണ്ടി വന്നു. ഞാനും ലക്ഷ്മൺ മാഷും ഇതിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല ദിവസങ്ങളിൽ നിന്ന് ചർച്ച ചെയ്ത് 5 പുസ്തകങ്ങളിലേക്ക് എത്തി. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം ആയിരുന്നു. അടുത്ത ഘട്ടം 5-ൽ നിന്ന് 3-ലേക്ക് എത്തുക. ആ 3 പുസ്തകങ്ങളും വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. അതുകൊണ്ട് അതിൽ നിന്ന് 1-ലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു അടുത്ത കടമ്പ. മറ്റ് 2 പുസ്തകങ്ങൾക്ക് മറ്റു ചില അവാർഡുകൾ കിട്ടിയ പുസ്തകങ്ങൾ കൂടിയാണ്. പക്ഷേ കിന്നർ കൈലാസ യാത്രയ്ക്ക് കണ്ട ഒരു പ്രത്യേകത അത് ബാബു ജോൺ സാർ എഴുതി എന്നതുകൊണ്ടല്ല, ആ ബുക്കിൻ്റെ കർത്താവ് ചില കാഴ്ചകളെ സവിശേഷമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമാണ് അതിൻ്റെ ആഖ്യാന ഭാഷ. 2ഉം 3ഉം സമ്മാനമായി പിന്തള്ളപ്പെട്ടു പോയ മറ്റ് 2 പുസ്തകങ്ങളും ഒരു ജേർണലിസ്റ്റിക് എഴുത്തോടുകൂടി മാധ്യമ ഭാഷയിൽ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അവർ ജേർണലിസ്റ്റുകൾ കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരു ജേർണലിസത്തിൻ്റെ ഒരു സ്റ്റൈലൈസേഷനിലാണ്, ശൈലീവൽക്കരണത്തിലാണ് മറ്റു 2 പുസ്തകങ്ങളും എഴുതിയിരുന്നത്. പക്ഷെ ഇതാകട്ടെ വാക്കുകൾ ഇങ്ങനെ ഉപയോഗിച്ച് ഓലത്തുരുമ്പെന്ന പോലെ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോയി ഒരിക്കലും കിന്നർ കൈലാസം കാണാത്തവരെ കൈപിടിച്ച് കൊണ്ടുപോയി ആ ഹിമാലയ സാനു കാണിക്കുന്ന ഒരു അനുഭവം, ഭവം എന്നത് അനുഭവത്തിനകത്താണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ വസ്തുക്കളും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ കണ്ണിനകത്തോടു കൂടിയാണ്. ഇത്തരത്തിൽ ആഖ്യാനമായിട്ടുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച പുസ്തകമാണ് കിന്നർ കൈലാസ യാത്ര. അതുകൊണ്ട് അതിലേക്ക് എത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. 3 പേരും ഏകകണ്ഠേന തീരുമാനിച്ച പുസ്തകമാണ് കിന്നർ കൈലാസ യാത്ര. ആ പുസ്തകത്തിനകത്തൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവും ഉണ്ട്. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയ അതിൻ്റെ ഒരു വശ്യത, അതിനകത്തൊരു പാരിസ്ഥിതിക വീക്ഷണമുണ്ട്. ഒരു പാരിസ്ഥിതിക വീക്ഷണം ഒരു പക്ഷേ പുതിയ കാലം ആവശ്യപ്പെടുന്ന മട്ടിൽ, എന്ന് വെച്ചാൽ പരിസ്ഥിതിയുടെ തിയറി പറയുകയല്ല, പരിസ്ഥിതിയുടെ വിവരങ്ങൾ ശേഖരിച്ച് അവിടേക്ക് പതുക്കി പറയുകയുമല്ല. പക്ഷേ ഓരോ എഴുത്തിനകത്തും കാഴ്ചകൾ കാണുന്നതിനകത്ത് പരിസ്ഥിതിയുടെ ഒരു ലാളിത്യം, അതേസമയം അതിൻ്റെ ഗഹനത, അതിൻ്റെ ഒരു അണ്ടർലൈങ് ആയി കിടപ്പുണ്ട്. താരതമ്യേന ചെറിയ പുസ്തകമാണ് കിന്നർ കൈലാസ യാത്ര. ഇതൊക്കെയാണ് ആ പുസ്തകത്തെ ഞങ്ങളോട് അടുപ്പിച്ച ഘടകം. സവിശേഷമായ ഒരു യാത്രാവിവരണം, മലയാളത്തിലെ യാത്രാവിവരണമായി ഞാൻ അതിനെ കാണുന്നു. കാരണം അതിൽ ഈ 2 അർത്ഥങ്ങളിലുള്ള പദമൂന്നൽ ഉണ്ട്. പുസ്തക ജേതാവിന് അഭിനന്ദനങ്ങൾ, ഈ ചടങ്ങിന് ആശംസകൾ. നമസ്കാരം.